ചേട്ടാ അവനോട് പടം തുടങ്ങിയിട്ട് ഓടിക്കേറിക്കോ. ശ്യാം, കൗണ്ടർ ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു. ഞാനേ ബ്ലാക്കിന് ടിക്കറ്റ് ഇടുമോ നോക്കിട്ട് വരട്ടെ. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ബ്ലാക്കിൽ നോക്കട്ടെ. ചേട്ടാ ബാക്കി പോടാപ്പാ. ചേട്ടാ ടിക്കറ്റ് ഉണ്ടോ? എത്ര വേണം? 2 എന്റെ കൊടുക്കടാ. 300 ആവട്ടെ. 300 എടുക്കാല്ലേ? കാശെടുക്ക്. ആവക്കോ ഹലോ ചേട്ടാ ഒരു 3 ടിക്കറ്റ്. 500 കൊണ്ടാ 3 കൊണ്ടോക്കോ. ഓക്കേടാ, പൈസ പിടിക്കടാപ്പാ. എടാ അതൊരു ടിക്കറ്റ്. ഇവരൊക്കെ കിട്ടിയില്ലേ? പോരെ? ഒന്നും ചെയ്യാം നിനക്ക്. ഒന്ന് ശരിക്കും ശരിക്കും അവർ ആരായിരുന്നു? എനിക്കറിയില്ല. ശ്യാമിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷെ അവരായിട്ടെല്ലാം ശ്യാം പറഞ്ഞു തീർത്തതാണ്. അപ്പൊ അവിടെ വന്നത് എനിക്കറിയാവുന്ന പാർട്ടിയാ. ഇവിടുത്തെ നമ്പർ 1 ബിസിനസ്മാൻ ക്രിസ്റ്റിയുടെ ഗുണ്ടകളവര്. അതെ ചേട്ടാ, ഒരു ക്രിസ്റ്റി തന്നെ. നിങ്ങൾ അവരായിട്ട് എന്താ പ്രശ്നം? ഒരു വർക്കിന്റെ പ്രശ്നമാണ്. എനിക്ക് ഈ ക്രിസ്റ്റി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുക, ഒന്നുകിൽ നിങ്ങൾ ഇവിടെ വിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ അവൻ ജീവിക്കാൻ അനുവദിക്കൂല. ചേട്ടാ, ഞങ്ങൾ ഈ മാസം അമേരിക്കയ്ക്ക് പോവുക. പക്ഷെ ക്രിസ്റ്റി പറഞ്ഞായിരുന്നു ഇനി ശ്യാമിനെ ഉപദ്രവിക്കില്ല എന്ന്. മാഡം, ഹസ്ബൻഡ് വിളിക്കുന്നു. ചേട്ടാ ഒരു മിനിറ്റ്. ശരി. എന്താ ശ്യാം? ഒന്നുമില്ല. ടോം വിജയുടെ
എനിക്കറിയില്ല ശ്യാം. കാറിൽ വരുന്ന വഴിക്ക് വാസുവേട്ടനാ പറഞ്ഞത് ആ ഗുണ്ടകൾ അവരെ തല്ലി ഓടിച്ചെന്ന്. നീ എന്താ ഈ പറയുന്നേ? ശ്യാം, എനിക്കൊന്നും അറിയില്ല. എന്നോടൊന്നും ചോദിക്കല്ലേ പ്ലീസ്. എനിക്ക് ഇവിടുന്ന് പോണം. നീ ഡോക്ടറോട് എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ. ശ്യാം, റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? നിന്നോട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. അധികം കഥ ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട. ഓക്കെ? മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല ഏട്ടാ. പക്ഷേ ശ്യാം ഇപ്പോൾ വീട്ടിൽ പോകണമെന്നാ പറയുന്നത്. ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി. ഇതാ നമ്പർ. ഓക്കെ, പോട്ടെ. The bass drop so it sounds like a tremor. Everybody's in the club getting the vibe together. Hands in the sky, yo, we're new to the floor, leave you stressing. When you can just at the door, keep it funky. Assalamualaikum. Maafin mushkil. Sorry for the disturbance. I just for you. അമ്മേ നാരായണ, ദേവി നാരായണ. ആ വിവി, നിനക്കെന്റെ സാമ്രാജ്യത്തെ പറ്റി ശരിക്കും അറിയൂലാട്ടാ. എന്നെ പറ്റി ശരിക്കും അറിഞ്ഞിട്ടാണോടാ പന്നി നീ എന്നെ അവിടെ കൊന്ന് കെട്ടിട്ടേക്കണത്. കൊച്ചി വഴി കൊച്ചിയിലായിരിക്കും. പക്ഷെ ഈ വിവി ആരാണെന്ന് കൊച്ചിയിലുള്ള ഓരോ മന്ത്രികൾക്കും അറിയാം. അത് നീയല്ല, നിന്റെ അപ്പം ജനിച്ച കുമ്പളിങ്ങാണെങ്കിൽ വേവിക്ക് മൈല മൈല മൈല. നീ തരാനുള്ള പണവും നീ തന്ന പണിയും ഞാൻ മറക്കും. പക്ഷെ നിന്റെ ഈ ടീഷർട്ടിനെ ഞാൻ മറക്കൂലോട്ടോ. മുരുക പാട്ടിക്ക് ഇടുവേണ്ട. ഒന്നും പറഞ്ഞോളേ. ലാലേട്ടനും മമ്മ കൂടി ഒരുമിച്ച് മരണം മാസമായി ഇതെല്ലാം പറ്റിയടാ. ലാലേട്ടനും മമ്മൂക്കയും വന്നപ്പോ അവന്റെ അവസ്ഥ ഇതാണെങ്കിലേ വല്ല വിജയും രജനീകാന്തും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവനങ്ങ് തെക്കോട്ടെടുക്കായിരുന്നു. പോയി കിടന്നോടാ, രാവിലെ പണിയുള്ളതാ. പിന്നെ തൊള്ളി പണി വന്ന് ക്യൂ നിക്കല്ലേ. ഇതേ ഉറങ്ങണല്ലേ? അരമണിക്കൂർ മുമ്പ് ഉറങ്ങിയ ആശാനെ. അന്നേരം സിനിമയില് കോമഡി ആണല്ലോ. ശ്യാം, ഹായ് വന്ദന, എന്താ വിശേഷിച്ചൂടെ? ശ്യാം, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ വീട്ടിലുള്ള പ്രശ്നമുണ്ടോ? ശ്യാം, നീ എന്തോന്നും അറിയാൻ പാടാത്ത പോലെ സംസാരിക്കുന്നത്? ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. എന്നെ ഇന്നലെ കാണാൻ വേണ്ടി ഒരു കൂട്ടർ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. കല്യാണം ഉറപ്പിച്ച മട്ടാ വീട്ടുകാർക്ക്. വീട്ടുകാരുടെ പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. നീ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഞാൻ 2 ദിവസത്തിനുള്ളിൽ കൊച്ചിയിലേക്ക് പോകും. അഖിലിന്റെ ഓഫീസ് നോക്കി നടത്താൻ വിളിച്ചിരിക്കുക. നീ എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. എനിക്കൊന്നും അറിയണ്ട. നിന്റെ തീരുമാനം ഇന്ന് വൈകിട്ട് അറിയണം. അല്ലെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പോകുന്നു ശ്യാം. ഞാനൊന്ന് പറയുന്നേക്ക് പ്ലീസ്. ഓക്കെ. I love you, ശ്യാം.
മോനെ കഴിക്കാൻ തോളേ. എനിക്കറിയില്ല, ഓർഡർ എടുക്കാൻ വേറെ ആള് വരും. ചേട്ടാ ഒരു കാര്യം പറയാം, ഇവിടുത്തെ വട കഴിക്കണ്ട, സീനാണ്ടാ. ഈ ആള് കൊള്ളാലോ. ഓർഡർ അവനെ. വാ. വിജയ് വാടാ ഇവിടെ. യുവദാസിനെ പിടിച്ചാണല്ലോ ഞാൻ കൂട്ടത്ത് നിർത്തിയത്. വാടാ ഇവിടെ, ഇവിടെ വാടാ. നീ എന്തിനാ ആ കസ്റ്റമേഴ്സിനോട് പറഞ്ഞത് വട ഇന്നലത്തേതാണെന്ന്? ഞാനിപ്പോ സത്യമല്ലേ പറഞ്ഞേ, അതിനെന്താ? നീ ഇനി മേലിൽ ഇവിടെ പണിയെടുക്കണ്ട, ഇറങ്ങി പോടാ. ഇത്രയും ദിവസത്തെ ശമ്പളം ഇല്ല എന്ന് ഞാൻ പോയേക്കാം. ശമ്പളോ? ഇവിടെ നിന്നിട്ടുള്ള ഒരുത്തന് ഞാൻ ശമ്പളം കൊടുത്തിട്ടില്ല. പോടാ അവിടുന്ന്. ആ കൊല്ലു ഞാൻ. ഫ്രീക്ക് നിനക്കിട്ട് പണി തരൂട്ടോ. എന്നോടാണ് അവിടെ നിൽക്കാൻ. നിക്കടാ അവിടെ തെണ്ടി. മേലിൽ നിന്നെ ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. ഇങ്ങോട്ട് പോണ തെണ്ടി. നിക്കടാ അവിടെ. പറഞ്ഞിട്ടെന്താ കാര്യം? വന്ദനെ, നിൽക്കവിടെ. നീ എവിടെ പോയിരുന്നു? ഞാൻ മിത്രയുടെ വീട്ടിൽ പോയിരുന്നു. എന്തിന്? വെറുതെ. പിന്നെന്തിനാ നീ സ്റ്റുഡിയോ ഒന്ന് കഴിഞ്ഞോട്ട് ഇറങ്ങിപ്പോയെ? അത് ഞാൻ വന്ദന, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അത് ഞാൻ ശ്യാമിനെ കാണാൻ പോയതാ. എന്താ? പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല അവനെ കാണരുതെന്ന്. പിന്നെന്തിനു പോയി? നീ ഇനി ആരെ കാണാൻ പോകുന്നില്ല, മനസ്സിലായോ? നിന്റെ കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോവാ. കേറി പോടിയാകുന്നു. ഇനി അവളോട് ദേഷ്യപ്പെടണ്ട. ഞാൻ അവളോട് സമാധാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. മോൾ എന്തിനാ വാശി പിടിപ്പിക്കുന്നേ? നിങ്ങളെ സ്വഭാവം തന്നെ അവൾക്കും. കരയില്ലേടാ, കരയില്ലേ? അമ്മ, ഞാൻ ശ്യാമിന്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെ ജീവിക്കില്ല. ശ്യാമിനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചു കളയും. മോളെ നീ കരയാതെ. ഇങ്ങോട്ട് നോക്കി, അച്ഛനോട് പറഞ്ഞെല്ലാം ശരിയാക്കാം. പോരെ? ചേച്ചി കരയില്ലേ, അമ്മ പറഞ്ഞല്ലോ എല്ലാം ശരിയാവും. കരയണ്ട, കരയണ്ട, കരയണ്ട. എല്ലാം ശരിയാവും. ഏട്ടാ, ഞാൻ വൃന്ദയാണ്. അവനെന്താ പറ. ചേട്ടാ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ചേച്ചി ഇന്ന് കുരിശുപള്ളിയുടെ അടുത്ത് ഇറങ്ങി വരും. ചേട്ടൻ കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെ വരണം. ചേട്ടാ ഞാൻ ഫോൺ വെക്കുക, ആരെങ്കിലും കണ്ടാ പ്രശ്നമാണ്. അയ്യോ ചേട്ടാ, രാത്രി 1 മണി. ഓക്കെ. ഹലോ ഹലോ വൃന്ദ, ഹലോ ഞാൻ പറയുന്ന കേൾക്ക്. ഹലോ വൃന്ദ. ഹലോ. ആ എന്താണ് ശ്യാമേ? അളിയ, ഞാൻ നാളെ രാവിലെ നിന്റെ ഫ്ലാറ്റിലേക്ക് വരും. അതിനെന്താ മാൻ? ചെറിയ പ്രോബ്ലം ഉണ്ട് അളിയ. എന്താ പ്രശ്നം? എന്താ? ഞാൻ വന്നിട്ട് പറയാടാ. നീങ്ങ വാ, എന്തായാലും കുഴപ്പമില്ല, നോക്കാം. ഓക്കേടാ, താങ്ക്സ്. ചേട്ടാ എനിക്കൊരു ജോലി തരുമോ? ജോലിയാ? അതെ. നിനക്കാ? മോന്റെ വീട് എവിടെ? അതൊന്നും ചേട്ടൻ അറിയണ്ട, എനിക്കൊരു ജോലി തരുമോ? നിനക്ക് ജോലി ഞാൻ വല്ല ജയിലിൽ പോകുന്നു. പോടാ മോനെ. താനെന്ന് പോയിക്കേ, തനിക്ക് ജോലി തരാൻ പറ്റിക്ക് പറഞ്ഞാ പോരെ. ഒന്ന് പോടോ. എന്തേ? ഒന്ന് പോടാ. മാരണങ്ങൾ വരും. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് സമയമില്ലാത്തോടത്ത്. വേഗം കേറി വന്നനാ. എന്താ ഇത്ര ലേറ്റ് ആയത്? ഒന്നും പറയണ്ട ശ്യാം, അച്ഛൻ ഹാളിൽ ഇരുന്ന് ഫുട്ബോൾ മാച്ച് കാണുമായിരുന്നു. അതാ ലേറ്റ് ആയത്. സോറി ശ്യാം. നിന്റെ അച്ഛനല്ലേ? ഫുട്ബോൾ മാച്ച് ആയിരിക്കില്ല, വേറെ വല്ലതായിരിക്കും. പോ ശ്യാം. ആരെങ്കിലും കാണുമെന്ന് ഓർത്ത് ഞാൻ പേടിച്ച് നിൽക്കായിരുന്നു അവിടെ. നിന്റെ ഫോണും തരൂ, ഒന്ന് വീട്ടിൽ വിളിക്കാനാ. എന്തിന്? ഒന്ന് പോയടി, ഒന്ന് മനുഷ്യനെ കൊല്ലാവുന്നേക്ക. ഫോൺ താ.
വിളിച്ചു കൊടുത്തു. ആരെ ഹലോ അച്ഛാ ഞാൻ വന്ദനയാ. ഹേ നീ ഇപ്പൊ എവിടെന്നാ? അച്ഛാ ഞാൻ ശ്യാമിന്റെ കൂടെ പോവാ. ഇനി എന്നെ തിരക്കണ്ട. മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഫോണിന്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ശരി അച്ഛാ, ഞാൻ ഫോൺ വെക്കാണ്. കഴിഞ്ഞോ? കിടന്നു. വന്ദന, വന്ദന, എനിക്ക് സ്ഥലമെത്തി. അല്ലയാ, നീ ഇത് വെക്കടാ. ഏയ് അതൊന്നും വേണ്ട. വെക്കടാ. ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ. താങ്ക്സ് ഡാ. ശരിടാ, ഞാൻ ഓക്കേടാ. താങ്ക്സ് ഡാ. താങ്ക്സ്. ആ വന്ദന, വാ. ഓക്കേടാ, ബൈ. ശരിടാ. ആ എന്താണ് മാൻ നീ ഒറ്റയ്ക്കാന്ന് പറഞ്ഞിട്ട്? അളിയാ, ഇത് വന്ദന. ഓ സോറി സോറി, വാ കയറി വാ. ഞങ്ങൾ തമ്മിലുള്ള റിലേഷനുള്ള വീട്ടിലാണ്. ഞാൻ പിന്നെ വേറൊന്നും നോക്കിയില്ല, അവളെ കൊണ്ടെങ്കിലും പോകുന്നു. ആകെ ടയർഡാണ്, ഞങ്ങൾക്കൊന്ന് ഫ്രഷ് ആവണം. നീ ആ റൂമൊന്ന് കാണിച്ചേടാ. ഓ ഷുവർ, നീ വാ. എന്തിനാണ് മാൻ നീ പേടിക്കുന്നത്? ടുമാറോ നൈറ്റ് ഞാൻ അമേരിക്കയിലേക്ക് പോകും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. ഓ, നിന്റെ ഫ്ലാറ്റ് നീ എനിക്ക് തരുന്നേ ഞാൻ നിന്നോട് ക്ഷമിക്കാം. ഒന്ന് പോടാ അവിടെ നിന്ന്. ടുഡേ ഈവനിങ് നമുക്ക് ഓഫീസിൽ നിന്ന് പോകണം. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പോവാം, നമുക്ക് പോവാടാ മച്ചാനെ. അവിടെ സ്റ്റാഫ് ആരെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്, ഒരു കിളി സാധനം ജാക്സൺ. അവന്റെ വിചാരം അവൻ മൈക്കിൾ ജാക്സൺ ആന്ന്. എനിക്ക് പണിയാ. ഹേയ്, ഉപദ്രവാവില്ല മച്ചാനെ. നീ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നല്ലേ, സോ നീ പോയി റെസ്റ്റ് എടുക്ക. ഓക്കെ, ഓഫീസിൽ പോറാകുമ്പോ ഞാൻ വിളിക്കാം. ഓക്കെ ശരി. ഓക്കെ. ചേട്ടന്റെ വീട്ടിലേക്ക് ആരെങ്കിലും ജോലിക്ക് വേണോ? ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയാ ചേട്ടാ. എന്താ ജോലി തരൂ? നിനക്കപ്പോ സ്കൂളിലൊന്നും പോകണ്ടേ? വേണ്ട ചേട്ടാ, എനിക്ക് എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് കുറച്ച് കാശ് ഒപ്പിക്കണം. അപ്പൊ നിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ആരുമില്ല? ഇല്ല, എനിക്ക് ആരുമില്ല. ഞാനൊരു അനാഥനാ. മോൻ എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് ജോലി കൊടുക്കാം കേട്ടോ. ഓട്ടോ വാ, കേറിക്കോ. ഒന്ന് കാക്കനാട് വരാം. താൻ ഈ ഗേറ്റ് ഒക്കെ തുറന്നിട്ട് എവിടെ പോയി കിടക്കണം? സാർ, അപർണ മാഡം വിളിച്ചിട്ട് പോയതാണ് സാർ. അപർണ അകത്തുണ്ടോ? ഉണ്ട്, അകത്തുണ്ട് സാറേ. സാറിന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? ഞാൻ ഇന്ന് ഓൺ ഡ്യൂട്ടിയില്ല. ഇവൻ ഇവിടെ ഒന്ന് ചേർക്കാൻ കൊണ്ടുവന്നു. ശരി സാർ. സാറ് പോലീസാണല്ലേ, ഒന്നും പറയാൻ പാടില്ലായിരുന്നോ? അത് പറഞ്ഞിട്ട് ഇവിടെ നിനക്ക് ഓടിക്കളയാനല്ലേ, അതുകൊണ്ടാ ഞാൻ പറയാൻ. ബാ, അതുകൊള്ള സാറ് നല്ല പണിയാട്ടാ തന്നെ. ഗുഡ് മോർണിംഗ് അപർണ. വെരി ഗുഡ് മോർണിംഗ് ചായ. ഇച്ചായൻ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന്? ദേ നമ്മുടെ പുതിയ അഡ്മിഷനാ. മോന്റെ പേരെന്താ? വിജയ്. സാറ് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ പോവാ. നിനക്ക് ദുർഗുണ പാഠശാല പഠിക്കണോ അതോ ഇവിടെ നിന്ന് പഠിക്കണോ? പറടാ, എന്താടാ നീ ഒന്നും മിണ്ടാത്ത? ഞാനിവിടെ നിന്ന് പഠിച്ചോളാം. വിജയ് നല്ല കുട്ടിയാ, അവനിവിടെ നിന്ന് പഠിച്ചോളൂ. ഇച്ചായൻ അവനെ വെറുതെ വഴക്കൊന്നും പറയണ്ട. ഇത് ന്യൂ അഡ്മിഷൻ ആണ്, പേര് വിജയ്. ഇവനെ കൊണ്ടുപോയി റൂം കാണിച്ചു കൊടുക്ക. ശരി മാഡം. കണ്ടിട്ട് കുറെ നാളായത് കാരണമായിരിക്കും നീ ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. ഒന്ന് പോയി ചായ. ഇന്ന് രാത്രി ഞാൻ വരുന്നുണ്ട്. എന്തായാലും പുതിയ സ്റ്റോക്കൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്.
വാടാ. എടാ ജാക്സ, സാറെ പോന്നു. ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് നിന്റെ ഈ കോപ്പറായങ്ങൾ കണ്ടോണ്ടിരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ശ്യാം. നാളെ മുതൽ നിന്റെ ബോസ്. ഓക്കെ ശ്യാം. എനിക്ക് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ഓഫീസ്? സൂപ്പർടാ, ഗുഡ് ഓഫീസർ, ഒന്നും പറയാനില്ല. നല്ലോണം കാശിറക്കുന്നു തോന്നുന്നു അല്ലേ? ഒന്ന് പോടാ, ആദ്യം നീ ഒന്ന് രക്ഷപ്പെട്. താങ്ക്സ് അളിയാ. പോടാ കിടന്നു. എന്റെ പേര് രാഹുൽ. ഞാൻ ശ്രുതി. ഞാൻ ജിതിൻ. ഞാൻ വിജയ്. നിന്റെ വീട് എവിടെയാ? എനിക്ക് വീടൊന്നുമില്ല, ഞാൻ അനാഥനാ. നീ പേടിക്കണ്ട, ഞങ്ങൾ എല്ലാരും ഇല്ലേ നിനക്ക്? എനിക്ക് ഇവിടുന്ന് പോണം. നിങ്ങൾ വരുന്നുണ്ടോ എന്റെ കൂടെ? നമുക്ക് പണിയെടുത്ത് നല്ല കാശുണ്ടാക്കാം. ഒന്ന് പോടാപ്പ, മര്യാദക്ക് 3 നേരം ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാ അവന്റെ ഒരു ചാട്ടം. ഒന്ന് പൊക്കിയാടുന്നു. നിങ്ങ വാടാ, ഇവന് അലമ്പാടാ. ഇവന്റെ കൂടെ കൂടിയാ നമ്മൾ അലമ്പായി പോകും. നിങ്ങ വന്നേ. ഇങ്ങനെ വാടാ ടീമേ, നമുക്ക് പോവാ. പിന്നെ അതൊക്കെ അവൻ കഴിച്ചു. അതൊക്കെ 2 ദിവസം നിന്ന് നിന്റെ ട്രാക്കിലാവില്ല. പിന്നെന്താ നിനക്ക് പ്രശ്നം? അതൊക്കെ വിട്ടു. നമുക്ക് നമ്മുടെ രാവിലെ കൊണ്ടുവന്നോ? അന്നേരം എവിടെ? ഒന്ന് പോയി നോക്കണോ? നീ കിടന്നോ, വേമോ. ഒന്ന് വേഗം കേറോ. എവിടെ പോയി കിട്ടണി രാത്രി? ഗേറ്റ് തുറക്കണോ വേഗം. കളഞ്ഞിട്ടവന്റെ ശ്യാമേ, ശ്യാമേ, എടാ ശ്യാമേ. എന്താണ് ഈ പാതിരാത്രി? എടാ ഫ്രീക്കെ, ഞാൻ ഇറങ്ങാം. അതിന് നിനക്ക് വൈകിട്ടല്ലോ ഫ്ലൈറ്റ്? എനിക്ക് 1-2 പരിപാടിയുണ്ട്. ഇപ്പൊ ഇറങ്ങിയാൽ അത് തീർത്തിട്ട് ഈവനിങ് എയർപോർട്ടിൽ എത്താൻ പറ്റുള്ളൂ. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ ഡ്രസ്സൊന്നും മാറട്ടെ. എടാ അളിയാ, എനിക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. നീ വന്ദനോട് ഞാൻ പോയിന്ന് പറഞ്ഞേക്കും. നിനക്ക് ഞാൻ വന്ദനം വിളിക്കാം. അതൊന്നും വേണ്ട, നീ വാ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ഫ്രീക്ക. പിന്നെ ഒരു കാര്യം, എന്റെ ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യം ഫ്ലാറ്റും കാറും. ഇത് ഞാൻ നിന്നെ ഏൽപ്പിച്ച് പോവാ. ആവശ്യമുണ്ടോടാ? അതൊന്നും കുഴപ്പമില്ലടാ. നീ ഡോർ ക്ലോസ് ചെയ്തോ, ഞാൻ വിളിക്കാം. ഓക്കെ. ബൈഡാ. ഓക്കേടാ, ബൈ. എവിടെ പോയി ശ്യാം? എന്താ ശ്യാം മുഖം വല്ലാതിരിക്കുന്നത്? അഖില് പോയി. എന്നെ എന്താ വിളിക്കാൻ? ഞാൻ വന്ദനം ഉറങ്ങായിരുന്നു, അതാണ് വിളിക്കാതിരുന്നു. ശേ, അത് മോശമായിപ്പോയി. ഏയ് അതൊന്നും കുഴപ്പമില്ല. വാ കിടക്കാം.
ഡാ അതും കളയടാ. അപ്പൂപ്പ എനിക്കൊരു ജോലി തരൂ. ജോലിയോ? നിന്റെ പേരെന്താ? വിജയ്. എനിക്ക് ആരുമില്ല അപ്പൂപ്പ. ഞാൻ പോയി അപ്പൂപ്പിന് കുറെ ബലൂൺ വിറ്റുകൊണ്ട് വരാം. എന്തെങ്കിലും ശമ്പളം തന്നാ മതി. നിനക്ക് പഠിക്കാനൊന്നും പോണ്ടേ? വേണ്ട അപ്പൂപ്പ, എനിക്ക് പഠിക്കണ്ട. വേഗം കാശുണ്ടാക്കി എന്നിട്ടൊരു വീട് സ്വന്തമായിട്ട് വാങ്ങണം. നീ മിടുക്കല. അതിന് നിനക്ക് ബലൂൺ വിൽക്കാനൊക്കെ അറിയോ? ഒരു ബലൂൺ വിറ്റ് കാണിക്ക്, ഞാൻ നോക്കട്ടെ. ഒന്നല്ല 3 ബലൂൺ താ, ഞാൻ ഇപ്പൊ വിറ്റ് കാണിച്ചു തരാം. നീ എൻ്റെ കൂടെ വരുന്നോ? എന്നാ വാ, എൻ്റെ വീട്ടിലോട്ട് പോവാം. വാ വാടാ, പോവാ. വാ വാ. ജാക്സ, ഗുഡ് മോർണിംഗ്. ജാക്സ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബോസ്. ഇരുന്നു. അഖിൽ സാർ ഈ ഫയല് ബോസിന് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാണക്ക? ഇത് അഖിൽ സാർ കൊടുക്കാനുള്ള കടത്തിന്റെ ലിസ്റ്റാണ് സാർ. ഒരു 7 lakhs വരും. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. നീ പോ. ശരി ബോസ്. ബോസ്, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. എനിക്ക് 2 മാസത്തെ സാലറി കിട്ടിയിട്ടില്ല. ബോസ് തരുമെന്നാണ് അഖിൽ സാർ പറഞ്ഞത്. ഒരാഴ്ച നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ തരാം. ഓക്കെ ഓക്കെ, ശരി ബോസ്. ഞാനൊന്ന് പുറത്തു വിട്ടുവരാം. നീ ഫയർ. ഓക്കെ ബോസ്. ടോമി നിക്കടാ, ഞങ്ങളും വരുന്നുണ്ട്. നിന്നെ ഞാൻ പഠിക്കാൻ വിടട്ടേടാ. വേണ്ട അപ്പൂപ്പ, എനിക്ക് ജോലി തന്നെ നല്ലത്. അത് പറ്റൂല, നീ പഠിക്കാൻ പോണം. അത് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം ജോലി ചെയ്യാലോ. എന്നാ ഞാൻ പഠിക്കാം. അങ്ങനെ നമ്മളെത്തി. അതാണോ അപ്പൂപ്പന്റെ വീട്? വീടല്ലടാ, അത് അപ്പൂപ്പന്റെ കൊട്ടാരവാ. ഒന്ന് പോവാ അപ്പൂപ്പ, തമാശ പറയാമോ? തമാശയല്ലടാ, അപ്പൂപ്പനത് കൊട്ടാരം തന്നെയാ. ഒന്ന് പോവാ അപ്പൂപ്പ. മോളെ കേറി വാ, കേറി വാടാ. ഇതാരാ കൂടെ? ഇതാണ് വിജയ്, കച്ചവട സ്ഥലത്ത് ചെണ്ടൊപ്പം കൂടിയതാ. അച്ഛനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വേറെ സ്ഥലത്തേക്ക് പോക്കൂടായിരുന്നോ? മോളെ, ഞാനൊന്ന് കുളിക്കാൻ വന്നതാ. ഇവൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അയ്യടാ, ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കണ്ട തെണ്ടിപ്പിള്ളാർക്കൊക്കെ വെച്ച് വിളമ്പാൻ ഇതെന്താ സത്രമാണോ? അച്ഛൻ അത്രയ്ക്കങ്ങ് നിർബന്ധമാണെങ്കിലേ വല്ല ഹോട്ടലിലും വിളിച്ചോണ്ട് പോയി കൊടുക്ക്. 10 പൈസ കൈ വെക്കരുത്. കൊണ്ട ഓരോന്നിനൊക്കെ എഴുന്നള്ളിച്ചോണ്ട് വന്നോണം. നീ ഇനി സംസാരിക്കണ്ട, ഞാൻ ഇവനെ കൊണ്ട് പൊക്കോളാം. ആഹാ, അങ്ങനെ തന്നെയാ ഒരാള്. അയ്യടാ, വാടാ, വാ പോവാം. വാടാ വാടാ, നടക്ക്. ശ്യാം, എന്താ ഓഫീസിൽ നിന്ന് വേഗം വന്നേ? ഒന്നുമില്ല, ഞാൻ വേഗം പോന്നു. എന്താ മുഖം വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. എന്ത് പറ്റിന്ന് പറ. ഒന്നുമില്ലെന്നേ. മുഖം കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ. എന്താ പ്രശ്നം? ഒന്ന് പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ ഒന്ന് പോയേ.
മനുഷ്യനോട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോൾ അവൾ വരും. മോളെ, നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും. അഖിലിൻ്റെ ഓഫീസിൻ്റെ പേരിൽ 7 ലക്ഷം രൂപ കടമുണ്ട്. അതിപ്പോൾ തീർക്കേണ്ട ബാധ്യത എൻ്റെ തലയിലാണ്. എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന്. അതെല്ലാം ശരിയാവശ്യം. ദൈവം മുകളിലുണ്ടല്ലോ. ദൈവം നമ്മളെ കൈവിടില്ല. സത്യമായിട്ടും നമ്മളെ രക്ഷപ്പെടും. ഹലോ ബോസ്, എക്സൈവെയർ കമ്പനിയുടെ ഒരു ഓപ്പൺ ആഡ് വെച്ചിട്ടുണ്ട്. എവിടെ? ടുമാറോ അതിൻ്റെ മീറ്റിംഗ് ഹോട്ടൽ ക്രൗണിൽ വെച്ചാണ്. ബോസ് 10 lakhs ആണ് അതിൻ്റെ പേയ്മെൻറ്റ്. ബോസ് എന്തായാലും പോണോട്ടാ. സമയത്ത് വിളിക്കാം. ഇൻവിറ്റേഷൻ കാർഡിൽ 11 AM കൊടുത്തേക്കാം. നീ ഒരു കാര്യം ചെയ്യും, ഓഫീസിൽ നിന്ന് വരുമ്പോൾ കാർഡൊന്ന് ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ ബോസ്, ഞാൻ കൊണ്ടുവരാം. എന്ത് പറ്റിച്ച? ഒരു ചെറിയ വർക്ക് റെഡി ആയിട്ടുണ്ട്, നാളെ അറിയാം. Good morning. What's your name? Where are you from? I am Shyam, ABC Advertising. Sir, please sit down. Thank you. ഏതോ പുതിയ പയ്യനാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്യണം? പുതുമുങ്ങൾക്കും വേണ്ട അവസരം, പിള്ളേരും വളർന്നു വരട്ടെ. ഹലോ, പുതിയ ആളാണല്ലേ? ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വാട്ട്സ് യുവർ നെയിം? ഐ ആം ഷ്യാം, ABC Advertising. യുവർ ഗുഡ് നെയിം സർ? എന്റെ പേര് നീ വഴിയറിഞ്ഞു. പോട്ടേടാ മിസ്റ്റർ ABC ശ്യാം. നിങ്ങളെന്താ ഇവിടെ? മാം, ഞങ്ങളൊരു വർക്കിന് വന്നതാ. നിങ്ങൾക്ക് ഈ വർക്ക് വേണോ അതോ മോഡലിംഗ് ലൈഫ് വേണോ? അത് മോഡലിംഗ് ലൈഫ് മാം. ഞാൻ നിങ്ങൾക്കൊരു പേയ്മെന്റ് നിശ്ചയിക്കും. ആ പേയ്മെന്റ് ഈ ചെക്കിൽ എഴുതിയിട്ടുണ്ട്. ഈ ചെക്കും വാങ്ങി തിരിച്ച് മുംബൈയിലേക്ക് വിട്ടോ. ഓക്കെ മാം. ഓക്കെ മാം. സാർ, ഞങ്ങളെ കൊണ്ട് ഈ വർക്ക് ചെയ്യാൻ പറ്റില്ല. സാർ ഞങ്ങളോട് ക്ഷമിക്കണം. പ്ലീസ് പ്ലീസ്. ഹലോ, ഒന്ന് പറയട്ടെ പ്ലീസ്. ഒന്ന് ചെല്ലടാ, ഒന്ന് ചെല്ലു. ശരി ബോസ്. നീ വെറുതെ ഈ വർക്ക് ചെയ്യാൻ നോക്കണ്ട. ഇത് ഞങ്ങൾക്കുള്ള വർക്കാ. ഞങ്ങൾ ഇത് ചെയ്യും. ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തതെന്നൊന്ന് പറ പ്ലീസ്. അത് നിനക്ക് വഴിയെ മനസ്സിലാവും മിസ്റ്റർ ശ്യാം. പോട്ടെടാ.
ബോസ് അവർ വലിയ ടീമാണ്, അവരോട് മത്സരിക്കാൻ നമ്മളെ കൊണ്ടാകൂല. നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് അവരെ എതിർക്കാൻ ആരെങ്കിലും വരും. ശരിയാടാ, വേറെന്തെങ്കിലും നോക്കാം. ഞാനൊന്ന് പുറത്തോട്ട് വരാം. അച്ഛൻ ചത്തു. ഇനി ഈ ബന്ധവും പറഞ്ഞുകൊണ്ട് ആ പട്ടിയും കൂട്ടി എന്റെ കുടുംബത്തോട്ടങ്ങാനും വന്നാലുണ്ടല്ലോ, ഞാൻ ചൂലും കെട്ടെടുത്ത് നടുവിനടിക്കും. പറഞ്ഞേക്കാം. ഓസത്ത് പോയിക്കോ, എങ്ങോട്ടാന്ന് വെച്ചാ പോയിക്കോ. വൃത്തികെട്ട സാധനം. പോടാ. ഷിജു, ഊള ഷിജു. ഷിജു, കച്ചവടമൊക്കെ കുറവാടാ. അടുത്ത ആഴ്ച ഒന്ന് പോരാടാ. നിനക്കറിയാലോ ബീച്ചിന്റെ അവസ്ഥ. അടുത്ത ആഴ്ച എങ്ങനെയെങ്കിലും ഞാൻ എത്തിച്ചേക്കാം. ഞങ്ങളുടെ ബോസ് വരുമ്പോഴാണ് നിന്റെ പഞ്ഞമ്പാട്ട്. ദേ അങ്ങോട്ട് നോക്കടാ. എങ്ങനെയാ? എന്താ ആശാനെ ഇത്? ഇത് സ്ഥിരം സാധനല്ലേ, ഒന്ന് മാറ്റിപ്പിടി ആശാനെ. എന്നാ അടുത്ത വിളിച്ചോടാ. അവന് കാശ് തരാനൊരു മടി. ഇവന്റെ പെട്ടിന്ന് രണ്ടാഴ്ച ഹാഫ് എടുത്തിട്ട് വാടാ. കിട്ടിയതായി പപ്പടോടെങ്കിൽ പപ്പടോട. എന്താ It's the way we freak out the whole day. There ain't no rule to freak out the whole day. We can do it for internal peace. We don't bother whether it is normal or normal. Yeah. Everybody. Yeah. It's a colonize. ആശാനെ, ആരാണിവൻ? എവിടുന്ന് വന്നത്? അവൻ പ്രതികരിക്കാത്തോണ്ട് നമ്മ രക്ഷപ്പെട്ടു. തോൽവിയാണല്ലേടാ. വഴിയെ പോണ വയ്യാവില്ലെല്ലാം എന്റെ തലയിലേക്കാണല്ലോ ദൈവം.
ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ? നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കളിക്കാൻ ഞങ്ങൾ എന്താ സിനിമ നടന്മാരാ? ചേട്ടാ ഞങ്ങൾക്കൊരു ജോലി തരാമോ? ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും ഇവനും. എന്ത് പണി അറിയാം? ഞങ്ങൾ എന്ത് പണിയും ചെയ്തോളാം, ശമ്പളം തന്നെ. ഇല്ലെങ്കിൽ സീൻ കോൺട്രയാവും. ഞാൻ വിജയ്, ഇവൻ ടോമി. എന്താ ചേട്ടാ തരുവോ? ശരി മോനെ, ഞാൻ നിങ്ങൾക്ക് ജോലി തരാം. വാ, ഇനി വാ. ഇത് 1000 രൂപ നിന്റെ ഇവന്റെ ശമ്പളത്തിന്റെ അഡ്വാൻസ്. എനിക്ക് ഇനി ഫോട്ടോ എടുക്കാലോ? ചേട്ടൻ എത്ര ഫോട്ടോ വേണമെങ്കിലും എടുത്തോ, ഞാനും ടോമി നിന്ന് തരാം. അല്ലേടാ? ശരി, നീ അങ്ങോട്ട് നിൽക്ക്. ചേട്ടന് മതിയാവോളം എടുത്തോ. ശരി, ഞങ്ങൾ നീ അവനെ പിടിച്ചു നിർത്ത്. വാടാ ടോമി. വാടാ, ഇറങ്ങി. ടോമി വാ. ടോമി വാടാ. വാ, 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 വാ. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. വാ ടോമി, വാടാ വാടാ വാടാ. വാ വാ വാ. കേറാ. വാ ടോമി, വാ ടോമി, വാ വാ വാ. വാടാ ടോമി. കേറി കേറി കേറി. ടോമി, ടോമിനെ നോക്കടാ. മോനെ അവിടെ ഇരുന്നു. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല, അവിടെ ഇരിക്കും. ആ സോഫയിൽ ഇരുന്നു. ടോമിനെ വിളിച്ചു. ചെല്ലേ. ശ്യാം വാ. ഇതാരാണ്? പറയാം, നീ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക്. വാ വാ. വാ. നിങ്ങൾക്ക് വല്ല ഭ്രാന്തും പിടിച്ചോ മനുഷ്യ? ഈ തെണ്ടി ചകനെ പട്ടി പതുക്കെ ഞാൻ പറയുന്ന കേൾക്ക്. എക്സൈവെയർ കമ്പനിയുടെ വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയ കിട്ടി. നീ ഇപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്ക്. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് അറിയാം. ഓക്കെ? നീ ഒന്ന് ചിരിക്കേ, ഒന്ന് ചിരിക്കടി. ആ കഴിഞ്ഞോ? ചേട്ടാ ചേട്ടാ ഞങ്ങളുടെ പണി എന്താന്ന് പറഞ്ഞില്ല. മോൻ ഇപ്പൊ കഴിച്ചിട്ട് ഹോളിലിരിക്കെ, ഇപ്പൊ പറയാം. വേഗം പറയണേ. പറയാട്ടോ. സക്സസ്. എക്സൈവെയർ കമ്പനിയുടെ വർക്ക് നമുക്ക് കിട്ടി. സത്യം? ആ, ഞാൻ അയച്ചു കൊടുത്ത എന്റെ ഐഡിയാസിലുള്ള വർക്ക് മതിയെന്ന് പറഞ്ഞു അവർ. ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. ഓക്കെ മോനെ, ഏട്ടനൊന്ന് പുറത്ത് പോയിട്ട് വരാം. മോനോട് ടി വി കണ്ടിരിക്കേ. വന്ദന, പോയിട്ട് വരാം. നീ ബാഗൊന്നും എടുത്ത് വെച്ചേക്ക്. ജാക്സ, ഒന്നും വന്നേ. മതിയടാ, ഫേസ്ബുക്ക് അവിടെ തന്നെ ഉണ്ടാവും. എന്താണ് ബോസേ? ജാക്സ, നീ എക്യുപ്മെന്റ്സ് എടുക്കാം, ഒന്ന് സഹായിക്കടാ. ബോസേ, എന്റെ സാലറിയുടെ കാര്യം എന്ത്? എടാ തരാടാ, നീ ഒരു 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യ്. ഒരു വർക്ക് റെഡി ആയിട്ടുണ്ട്. പറ്റിക്കണല്ലോ ബോസ്, വേറൊന്നും വിചാരിക്കല്ലേ. വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്, അതാ ഞാൻ ഈ ചോദിക്കണേ. എടാ നീ ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യ്. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ തരാം. പോരെ? നീ അതൊക്കെ ഒന്ന്. ഓക്കെ ബോസ്.
ഹലോ, ഐ എം രവീന്ദ്രൻ, എക്സ് ഹൈവേ കമ്പനിയുടെ അഡ്വർടൈസിംഗ് മാനേജറാണ്. ഓക്കെ സാർ, പറയൂ സാർ. Where should I come tomorrow to sign the agreement? സാറിൻ്റെ ഫ്ലാറ്റിലേക്ക് വന്നാൽ മതി, ഞാനവിടെ ഉണ്ടാവും സാർ. Okay, please send me your address on WhatsApp. ഓക്കെ സാർ, ഓക്കെ, ഞാനിപ്പോൾ തന്നെ സാറിന് വാട്സപ്പ് ചെയ്തേക്കാം. Okay, see you folk. ജാക്സാ, ആരും വന്നാലും ഞാൻ സ്ഥലത്തില്ല, ബാംഗ്ലൂരിലാണെന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ ഏറ്റു ബോസ്. ബോസ് ശമ്പളം വേണ്ടോ? ടോമി നോക്കിയേ, കണ്ടാ നടന്നോണ്ടാ അടിപ്പനല്ലടാ, നോക്കിക്കേ. എന്താ കയ്യിൽ? 5-6 ഡ്രസ്സുകളാണ് വിജയ്ക്ക് വാങ്ങിയത്. എന്താ അർജന്റായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിയത്? നാളെ എക്സ്വയർ കമ്പനിയുടെ മാനേജർ വരുന്നുണ്ട്. വരുമ്പോൾ ഇവരുടെ ആ ഡ്രസ്സൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വാങ്ങിയത്. അത് ശരിയാ. നോക്കിയേ. അയ്യോ വിജയ്, ഒന്നിങ്ങി വന്നേ. എന്താ ചേച്ചി, വല്ല വാ പണിയുണ്ടോ? വിജയ്, വാടാ ഇരിക്കടാ. വിജയ്, ഇതെല്ലാം നിനക്കുള്ള ഡ്രസ്സാ, ഇതൊന്ന് ഇട്ട് നോക്കി. സത്യമായിട്ട് ഇതെനിക്കുള്ളതാ? അതേടാ മോനെ. എന്റെ അച്ഛനമ്മയും മരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് എനിക്കൊരു ഉടുപ്പ് കിട്ടുന്നത്. നീ ഞങ്ങളുടെ കൊച്ചനുജനല്ലടാ, സങ്കടപ്പെടണ്ട കേട്ടോ. നീ പോയി ഡ്രസ്സ് ഇട്ട് നോക്ക്. ചെല്ല. ഓ വന്ദന, ഡോറ് ലോക്ക് ചെയ്യണ്ട. കാറിൽ കുറച്ച് സ്റ്റുഡിയോ എക്യുപ്മെന്റ്സ് ഇരിക്കുന്നുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. ഹലോ, വെൽക്കം സർ. താങ്ക് യു. പ്ലീസ് വിസിറ്റ്. പ്ലീസ്. താങ്ക്സ്. ഇരിക്കണം സർ. ഷീസ് മൈ വൈഫ് വന്ദന. ഹലോ. ഇവൻ ഞങ്ങളുടെ കുഞ്ഞനുജൻ വിജയ്. What an awesome family. Thank you. ശ്യാമിന്റെ സ്റ്റുഡിയോ ഇവിടെ തന്നെയല്ലേ? ആക്ച്വലി ഓഫീസ് പനമ്പള്ളി നേറിലാണ് സർ. പിന്നെ ഈ വർക്ക് ഇവിടെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, ഗുഡ്. നമ്മുടെ മോഡൽസ് ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ. Look, Shyam, in the event of you signing the agreement, your models will not be permitted to act in any films of Sunglass Company. Got it? Okay, sir. Okay. Look, Shyam, ഇത് വായിച്ചു നോക്കിയിട്ട് ഈ ക്രോസ് ചെയ്ത സ്ഥലത്തൊന്ന് സൈൻ ചെയ്തോളൂ. ഓക്കെ സർ. ഇവിടെ അല്ലേ സർ? ആ, അവിടെ. ഈസ് ഇറ്റ് ഓക്കെ? ശ്യാം, ആ സർ. ഇത് 5 lakhs അഡ്വാൻസ് ആണ്. താങ്ക് യു സർ. ബാക്കി ആഡിന് ശേഷം. ഓക്കെ സർ. ഓക്കെ ശ്യാം, ഞാൻ ഇറങ്ങുന്നു. ഓക്കെ സർ. ഇനി വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓർമ്മയുണ്ടല്ലോ, 10 ദിവസത്തിനുള്ളിൽ പണി തീർക്കണം. അത്രയും ദിവസം വേണ്ടി വരില്ല, ഉറപ്പ്. ഓക്കെ ശ്യാം. ഓക്കെ സർ. താങ്ക് യു സോ മച്ച്. ഡു വെൽ. ഷുവർ. ഗുഡ് ലക്ക്. നീ ആ കാറിന്റെ കീ നിർത്തി, ഞാൻ ഈ ചെക്കൊന്ന് മാറിയിട്ട് വരാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പുറത്തു പോയാലോ? അങ്ങനെയാണെങ്കിൽ അവരും കൂടി വിളിച്ചു. ശരി. ശ്യാം ചേട്ടാ, ഒരു 5 മിനിറ്റ്, ഞാൻ റെഡി. സൂക്ഷിച്ചേ. ചേട്ടാ, ദേ നോക്കിയേ. അന്ന് ഞാൻ കടയിൽ നിന്ന് തല്ലി ഇറക്കി വിട്ട ചെക്കനല്ലേ അത്?
ക്രിസ്റ്റി ഈ വർക്ക് ചെയ്യുന്നത് ABC ആണ്. അവനാണല്ലേ? യെസ് ക്രിസ്റ്റി. ഞാനിനി പറയണ്ടല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. ക്രിസ്റ്റി അവനൊരു പയ്യനാ, ഒരു വാണിംഗ് കൊടുത്താ പോരെ? നിന്നോട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഓക്കെ ക്രിസ്റ്റി. അല്ലാതെ തലയിരിക്കുമ്പോ വാലാടണ്ട. ഓക്കെ ക്രിസ്റ്റി. അവനുള്ള ഒന്നാമത്തെ പണി അവന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? യെസ് ബോസ്. എനിക്കിതിന്റെ റിപ്പോർട്ട് 1 മണിക്കൂറിനുള്ളിൽ കിട്ടണം. യു ക്യാൻ ഗോ. ഓക്കെ. എന്തോ ആരാ? നിനക്ക് എന്താ വേണ്ടത്? ഞാൻ ഇസ. പിന്നെ എനിക്ക് വേണ്ടത് നിനക്ക് വഴിയെ മനസ്സിലാവും. എന്റെ പേര് പറഞ്ഞാ നിന്റെ മറ്റവന് മനസ്സിലാവും. ഞങ്ങൾ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തത്? അതിന് നിങ്ങൾ ഞങ്ങളോട് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മോളിങ് അടുത്തോട്ട് വാ. ബോഡി പിന്നെ ഇതൊരു സാമ്പിൾ മാത്രം. അവനോട് പറഞ്ഞേക്ക് നീ. എന്താടാ? ആണുങ്ങളില്ലാത്ത വീട്ടിൽ കാട്ടുപോത്തിനെ പോലത്തെ 4 തടിയന്മാരെ കൊണ്ടുവന്ന് പേടിപ്പിച്ചാൽ ഞങ്ങൾ പേടിക്കുമെന്ന് വിചാരിച്ചോ? ചങ്കുറപ്പുണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് വാടി. ഈ കാട്ടുപോത്തിനെ കൊണ്ട് എവിടുന്ന് പൊയ്ക്കോ, ഇല്ലെങ്കിൽ സീൻ ടർബയുണ്ട്. വിട്ടോ വിട്ടോ, പിടിക്കടാ ഇവനെ. അരമണിക്കൂറായി ഞാൻ 5ാമത്തെ സ്റ്റേജ് എത്താൻ ശ്രമിക്കുന്നത്. ഇതുവരെ നടന്നിട്ടില്ല. ബോസ് വെക്കും. നീ വരുന്നേ വാ, തലവിരക്കുന്നു. ഇന്റർനാഷണൽ കോളാണല്ലോ. ഹലോ. ആ എടാ ശ്യാമേ, ഞാനടാ അഖില. അളിയ അഖിൽ, പറയടാ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലത് തന്നെ ഫ്രീക്ക്. എടാ നിനക്കും വന്ദനയ്ക്കും അമേരിക്കയിൽ ഞാൻ ജോലി റെഡിയാക്കിയിട്ടുണ്ട്. സത്യം? നീ 2 ആഴ്ചക്കുള്ളിൽ വരാൻ റെഡിയാക്കിയോ? താങ്ക്സ് അളിയ, താങ്ക്സ് താങ്ക്സ്. ഹലോ എടാ മച്ചാനെ. എടാ ഒരു മിനിറ്റ്. എടാ ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടാവും. എടാ ബോസ് വരുന്നുണ്ട്, ഞാൻ നിന്നെ ഈവനിങ് വിളിക്കാം. ഹലോ ഒരു മിനിറ്റ്. നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ അപ്പോൾ. ഓക്കെ ബ്രോ. ഓക്കെ ബൈ. ഓക്കെ ബ്രോ, ബൈ. ജാക്സാ, നീ അമേരിക്ക കണ്ടിട്ടുണ്ടോ? നീ ഒരു കാര്യം ചെയ്യ്, നീ ആ കമ്പ്യൂട്ടറിൽ നോക്ക്. ഓക്കെ. നീർക്കെന്താ വട്ടായ? അയ്യോ, എന്താ പറ്റി? എന്താ പറ്റി? ശ്യാമേട്ടാ പറയടാ. എടാ എന്താ പറ്റിയെന്ന് പറ. ചേട്ടാ, ഒരു ഇസ കുറച്ച് തടിയന്മാരായിട്ട് വന്ന് ചേച്ചിനെ തല്ലിയിട്ട് പോയി. പേര് പറഞ്ഞാൽ അറിയാന്ന് പറഞ്ഞു. എന്ത് പറ്റി മോളെ? നമുക്ക് ഈ വർക്ക് നിർത്താം ശ്യാം. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നീ ഒന്ന് കരച്ചിൽ നിർത്ത്. ഈ വർക്ക് നിർത്താന്ന് ഞാൻ തലത്തോട് സത്യം ചെയ്യും. സത്യം. എന്നെ അഖില വിളിച്ചിരുന്നു. നമുക്ക് അമേരിക്കൻ ജോലി റെഡിയാക്കിയിട്ടുണ്ടാവാൻ 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് പോകേണ്ടി വരും. ചേട്ടാ, ഞങ്ങൾ വീണ്ടും പഴയതുപോലെ തെരുവിൽ പോണോലെ? കുഴപ്പമില്ല ചേട്ടാ. ചേട്ടൻ ചേച്ചി നല്ലതുപോലെ ജീവിച്ച് കണ്ടാ മതി. വിജയ്, നീ ടോമി ഇല്ലാതെ ഞങ്ങൾ എവിടെ പോവാനാണ്? നീ ഞങ്ങളെ കുഞ്ഞ് അനുജനല്ലടാ. Good morning. Hello, good morning. I am Shyam. Can I meet Mr. Christy Fernandez? Sir, please wait. Okay. Thank you.
ഗുഡ് മോർണിംഗ് സർ. യെസ്, പറഞ്ഞോളൂ. സർ, സാറിനെ കാണാൻ മിസ്റ്റർ ശ്യാം വന്നിട്ടുണ്ട്. പ്ലീസ് ഹോൾഡ്. ജീന, അവനോട് വരാൻ പറയും. ഓക്കെ സർ. എക്സ്ക്യൂസ് മീ സർ. യെസ്. സാറിനോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. താങ്ക് യു. ഹായ് ശ്യാം, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ക്രിസ്റ്റി, എനിക്കറിയില്ലായിരുന്നത് ക്രിസ്റ്റിയുടെ വർക്കായിരുന്നു. ഹേ, നോ പ്രോബ്ലം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ ഇവിടുത്തെ വർക്കെല്ലാം നിർത്തി അമേരിക്കയ്ക്ക് പോവാം. അതുകൊണ്ട് ഇനി ഞങ്ങൾ ഉപദ്രവിക്കരുത് പ്ലീസ്. നീ എന്താ ക്രിസ്റ്റിയെ കുറിച്ച് വിചാരിച്ചത്? ഞാൻ ഒന്ന് അയഞ്ഞു തന്നപ്പോ എന്റെ തലേ കയറുന്നോ? ക്രിസ്റ്റി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ക്രിസ്റ്റി ഇങ്ങനെയാണ്. നീ അമേരിക്ക പോകുന്ന എനിക്കൊന്ന് കാണണം. നിന്റെ കൗണ്ട് ഡൗൺ ഞാനിവിടെ എണ്ണി തുടങ്ങി. ഓക്കെ? ക്രിസ്റ്റി, ചതിക്കല്ലേ പ്ലീസ്. ക്രിസ്റ്റിയെ കുറിച്ച് കൊച്ചിയിൽ തിരക്കിൽ അറിയാം ഞാൻ ആരായിരുന്നെന്ന്. നീ ആണാണെങ്കിൽ അമേരിക്ക പോയി കാണിക്കണം. ഇറങ്ങി പോടാ ചെക്ക. വന്നോ? ശ്യാം, നമുക്കൊന്ന് പുറത്തു പോയാലോ? എവിടെ? ഒരു ഫിലിം കാണാൻ. ഏത് ഫിലിം? തമിഴ് നടൻ വിജയുടെ കത്തി ഓടുന്നുണ്ട്. നമ്മുടെ വിജയ് ഒരു മുട്ടൻ ഫാനാ. നമ്മുടെ വിജയോ? അതെ. അവനൊരു മുറ്റ വിജയ് ഫാനാണ്. എന്നാ പോയി റെഡി ആയി. യെസ്. സെൽഫി പുള്ളേ. പടം തുടങ്ങിയിട്ട് ഓടിക്കേറിക്കോ. ശ്യാം, കൗണ്ടർ ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു. ഞാനേ ബ്ലാക്കിന് ടിക്കറ്റ് ഇടുമോ നോക്കിട്ട് വരട്ടെ. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ബ്ലാക്കിൽ നോക്കട്ടെ. ചേട്ടാ ബാക്കി പോടാപ്പാ. ചേട്ടാ ടിക്കറ്റ് എത്ര വേണം? 2 എന്റെ കൂടെ 300 ആവട്ടെ. 300 എടുക്കാല്ലേ? കാശ് എടുക്ക്. ആവക്കോ. ഹലോ ചേട്ടാ ഒരു 3 ടിക്കറ്റ്. 500 കൊണ്ടാ 3 കൊണ്ടോക്കോ. ഓക്കേടാ, പൈസ പിടിക്കടാപ്പാ. എടാ അതൊരു ടിക്കറ്റ്. ഇവരൊക്കെ
ശരിക്കും അവർ ആരായിരുന്നു? എനിക്കറിയില്ല. ശ്യാമിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷെ അവരായിട്ടെല്ലാം ശ്യാം പറഞ്ഞു തീർത്തതാണ്. അപ്പോൾ അവിടെ വന്നത് എനിക്കറിയാവുന്ന പാർട്ടിയാ. ഇവിടുത്തെ നമ്പർ 1 ബിസിനസ്മാൻ ക്രിസ്റ്റിയുടെ ഗുണ്ടകളവര്. അതെ ചേട്ടാ, ഒരു ക്രിസ്റ്റി തന്നെ. നിങ്ങൾ അവരായിട്ട് എന്താ പ്രശ്നം? ഒരു വർക്കിന്റെ പ്രശ്നമാണ്. എനിക്ക് ഈ ക്രിസ്റ്റിയെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുക, ഒന്നുകിൽ നിങ്ങൾ ഇവിടെ വിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ അവൻ ജീവിക്കാൻ അനുവദിക്കൂല. ചേട്ടാ, ഞങ്ങൾ ഈ മാസം അമേരിക്കയ്ക്ക് പോവുക. പക്ഷെ ക്രിസ്റ്റി പറഞ്ഞായിരുന്നു ഇനി ശ്യാമിനെ ഉപദ്രവിക്കില്ല എന്ന്. മാഡം, ഹസ്ബൻഡ് വിളിക്കുന്നു. ചേട്ടാ, ഒരു മിനിറ്റ്. ശരി. എന്താ ശ്യാം? ഒന്നുമില്ല. ടോം വിജയുടെ എനിക്കറിയില്ല ശ്യാം. കാറിൽ വരുന്ന വഴിക്ക് വാസുവേട്ടനാ പറഞ്ഞത് ആ ഗുണ്ടകൾ അവരെ തല്ലി ഓടിച്ചെന്ന്. നീ എന്താ ഈ പറയുന്നേ? ശ്യാം, എനിക്കൊന്നും അറിയില്ല. എന്നോടൊന്നും ചോദിക്കല്ലേ പ്ലീസ്. എനിക്ക് ഇവിടുന്ന് പോണം. നീ ഡോക്ടറോട് എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ പറ. ശ്യാം, റെസ്റ്റ് എടുത്തിട്ട് പോയാ പോരെ? നിന്നോട് ഞാൻ പറയുന്നവർ കേട്ടാ മതി. അധികം കഥ ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട. ഓക്കെ? മോളെ, കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല ഏട്ടാ. പക്ഷേ ശ്യാം ഇപ്പോൾ വീട്ടിൽ പോകണമെന്നാ പറയുന്നത്. ഞാൻ പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ശരി. ഇതാ നമ്പർ. ഓക്കെ, പോട്ടെ. ഇനി അവരെവിടെ പോയി കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഫ്ലാറ്റിലുണ്ടാവും ശ്യാം. ഉണ്ടായാൽ മതിയായിരുന്നു. ഞാൻ ഫോണും വിളിക്കും. ഹലോ. ഹലോ ബോസ്. ശ്യാമല്ല, ഞാൻ വന്ദനയാ. ആ ചേച്ചി, ബോസ് അവിടെയല്ലേ? ഒരു അർജന്റ് മാറ്റർ ഉണ്ട്, ഒന്ന് കൊടുക്കാമോ? ഒന്ന് ഹോൾഡ് ചെയ്. ശ്യാമേ, എന്തോ അത്യാവശ്യം എന്നാ പറയുന്നത്. വണ്ടി ഒന്ന് സൈഡാക്ക്. നീ ഒന്നും ധൃതി വെക്കാതിരിക്കേ, ഞാൻ ഒതുക്കാം. ആ കൊടു. ഹലോ ബോസ്, ഓഫീസിലാകെ സീനാണ്. എന്താടാ ജാക്സ? ആ ക്രിസ്ത്യൻ ടീമും വന്ന് ഓഫീസിൽ തല്ലിപ്പൊളിച്ച് എന്നെയും തല്ലിയിട്ട് പോയി. നീ എന്തായി പറയുന്നേ? വേഗം ഒന്ന് വന്നേ. നീ പേടിക്കാതിരിക്കേ, ഞാൻ എന്താ വരുന്നു. ശരിക്കും എന്താടാ സംഭവിച്ചേ? ഞാൻ പറയാം.
വെടിക്കെട്ടിന് മുമ്പുള്ള സാമ്പിൾ വെടി. താങ്കൾ പറഞ്ഞ ശരിയാണല്ലോ, വെടിയുണ്ടല്ലോ കൂടെ, ഇനി തിരിയിട്ടാ മതിയല്ലോ. നിന്റെ പിഴച്ച നാക്ക് ചെലച്ചാൽ പച്ചക്ക് കത്തിച്ചു കളയും, കേട്ടോ? അപ്പ കിട്ടിയ ചകള, അത് കിട്ടിയപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി. പിന്നെ എനിക്ക് ബോധം വരുമ്പോൾ ഇവിടെ ആരുമില്ല. ഞാൻ നോക്കുമ്പോൾ ഓഫീസിൻ്റെ അവസ്ഥ എൻ്റെ അവസ്ഥ ഇതാ. ഭാഗ്യത്തിന് ഫോൺ തല്ലിപ്പൊളിച്ചില്ല, അതുകൊണ്ട് ബോസിനെ വിളിച്ചു. ജാക്സ, അപ്പൊ ഇനി അവൻ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല അല്ലേടാ? തീർച്ചയായും ഫ്രീക്കേ. പോയി വണ്ടി കേറടാ. ശരി ഫ്രീക്കേ. ശ്യാം, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്കെല്ലാം വിടാം ശ്യാം. നീ എന്റെ ഭാര്യയോ അതോ നീ എന്റെ ഭർത്താവോ? എന്നാ മിണ്ടാതെ പോയി വണ്ടി കയറേ. അപ്പൊ വെട്ടും കുത്ത് റാത്തിബാണല്ലേ ഭായി. വാടാ. ജാക്സ, നീ എൻ്റെ കൂടെ അകത്തേക്ക് വരണ്ട. നിന്നെ ഞാൻ വിളിച്ചുകൊണ്ടുവന്നത് വന്ദനയെ നോക്കാൻ വേണ്ടിയാ. നിന്നെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. ബോസ്, എന്താടാ മിസ്റ്റർ ശ്യാം, നീ എന്താ റിവെഞ്ചിന് വന്നതാണോ? എനിക്ക് നിന്റെ മറ്റവനെ ഒന്ന് കാണണം. ഏതവൻ? നിന്നെ ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ബോസ് മിസ്റ്റർ ക്രിസ്റ്റി. എന്താ നിനക്കറിയില്ലടി? നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ? നിന്റെ വീട്ടിൽ കയറി നിന്റെ ഭാര്യയുടെ മൂക്കിടിച്ച് പൊളിച്ചതും തിയേറ്ററിൽ കയറി നിന്റെ തല അടിച്ചു പൊളിച്ചതും നീ ആരാന്നാ വിചാരിച്ചത്? ഇറ്റ്സ് മീ, ഇസ. പിന്നെ നിന്റെ ആ തെണ്ടി ചെക്കനെയും ആ പട്ടിയെയും തല്ലിയൊടിച്ചതിന്റെ മാസ്റ്റർ പ്ലാൻ എന്റേതാ. പിന്നെ നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് വേഗം വിട്ടോടാ. എക്സ്ക്യൂസ് മീ. എന്താടാ?
കിട്ടി ഇങ്ങോട്ട് പോകുന്നത്? അങ്ങോട്ട് തല്ലി പൊളിക്കുവായി. ചേച്ചി ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോണേണ്. ഓപ്പറേഷൻ കൊള്ളി വന്ന് പൊക്കാൻ മാത്രം തരുള്ള അങ്ങോട്ട് വരട്ടെ. ചേച്ചി വാങ്ങോട്ട് ബോസ് അങ്ങോട്ട് തീർത്തിട്ട് വന്നോളൂ. മാന്യന്മാരുടെ ഓഫീസിൽ കയറി അടിച്ച് പൊടിക്കോലടാ. അമേരിക്കക്ക് പോയി കാണിക്കടാ. നീ ഇപ്പോൾ എന്റെ ഓഫീസിൽ വന്ന് കാണിച്ചത് കൊച്ചിയിലെ ചില ഊള പിള്ളേരെ കളിയാ. നീ കാണിച്ചത് എന്റെ 1000 രോമത്തിനിടയിൽ നിന്നും ഒരു രോമത്തിന്റെ പാതി പോയ ഫീലാ. കേട്ടാ ഡാഷ് മോനെ. ക്രിസ്റ്റേ, നിന്നെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കാം. നീ ഒരു കൊച്ചിക്കാരനല്ല, ഞാനൊരു കൊച്ചിക്കാരനല്ലടാ. പക്ഷെ ഇന്നേക്ക് 3-ാം നാൾ ഞാൻ അമേരിക്കക്ക് പോവും. നിനക്ക് ഞാൻ ഒരു കുഴി കുഴിച്ചിട്ടുണ്ടടാ. അതിൽ നീ വീഴില്ല, നിന്നെ ഞാൻ വീഴ്ത്തും. ഇത് പറയുന്നത് കൊച്ചിയിലെ ചില ഊള പിള്ളേരുടെ കളി തന്നെയാടാ. നീ എനിക്ക് വേണ്ടി ഒരു അയാം വെയിറ്റും പോർണേക്കണം മൈലാഞ്ചി മോഞ്ചുള്ള ക്രിസ്റ്റേ. കേട്ടടേ പിടിച്ചിറക്കടവനെ. നീ അമേരിക്കക്ക് പോകുന്ന വെള്ളരി ചെത്തുന്ന എന്തൊക്കെയാ നീ പറഞ്ഞ? ഇവിടെ നിന്ന് ഇറങ്ങിയാലല്ലേ നീ പോളൂ. നീ 6 മാസത്തേക്ക് പുറം ലോകം കാണില്ലടാ. SI ബൈജോടാ പറയണേ. നീ എന്നെ ഓർക്കുന്നുണ്ടോ? കണ്ടു വല്ല പരിചയമുണ്ട്. ഞാനാ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വാസു എന്റെ ഫോൺ ഉണ്ടാ? ഇവിടെ തന്നേട്. എന്റെ ഫോണിലാണ് ചാർജില് കാശുണ്ട്. പുറത്തിറങ്ങാൻ വഴിയില്ല. നിനക്ക് ജാമ്യം വേണോ? എന്റെ അഡ്വക്കറ്റിനെ ഞാൻ വിളിച്ചു നോക്കട്ടെ, കിട്ടുമെന്നാവും. ഹലോ, കില്ലർ തങ്കപ്പനാ? നീ ആരടാ എന്നെ കില്ലർ തങ്കപ്പൻ എന്ന് വിളിക്കാൻ? ഞാനാടാ വിവി. വിവിയോ? ഇതേതാ നമ്പർ? ഇതെന്റെ ഒരു കസിന്റെ നമ്പറാ. ഞാനൊരു ഹാർബർ സ്റ്റേഷനിലുണ്ട്. സ്റ്റേഷനിലോ? ഞങ്ങളൊന്നും ജാമ്യത്തിൽ നടക്കണം. അത് ഞാൻ ഏറ്റു. എടാ, നീ വരുമ്പോ നമ്മുടെ പിള്ളേരെ കൂടി കൊണ്ടുവരണം. അതും ഞാൻ ഏറ്റു. എടാ, പൊട്ട കളിക്കുന്ന വന്നേക്കണോട്ടോ. ഒരു 15 മിനിറ്റ് ഞാൻ അവിടെ എത്തി. ഹാർബർ സ്റ്റേഷൻ. എന്നോട് നിനക്ക് അലിപ്പുള്ള സേവൻ. ഇവനിട്ട് ഞാൻ ഒരു പണി കൊടുക്കും. എന്തിനാ വിവിയെ പോലീസ് പിടിച്ചേ? നീ ആരും പറയരുത്. ഇല്ല.
എനിക്ക് മുള്ളാമുട്ടിയപ്പോൾ ഞാനൊരു എഡിക്കൗണ്ടറിൽ കയറി കാര്യം സാധിച്ചു. അതപ്പം തന്നെ സെക്യൂരിറ്റിക്കാരൻ പാവം പോലീസിനെ വിളിച്ചു പറഞ്ഞു. എനിക്ക് സെക്യൂരിറ്റിക്കാരനോട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടത്തെ SI ബൈജു അവനിട്ട് ഞാനൊരു പണി വിരിക്കും. ബൈ സാറേ, എന്താടാ വിട്ടേക്ക്. ഇത് നമ്മുടെ പയ്യനായിട്ടോ. നീ പേടിക്കണ്ട, ഇത് നമ്മുടെ സാറാ. ആണോടാ? ആന്നേ. നീ സാറിന്റെ പയ്യനാണോടാ? എണീറ്റോ എണീറ്റോ ചെല്ലടാ. ബാ എന്നെ വിട്ടേക്കാം. ഞാൻ പറഞ്ഞില്ലേ സാർ. ഞാൻ അപ്പോഴും ദുഷ്ടനാണ്. My name is Advocate Killer Tangappan. ഞാൻ ഈ സെല്ലിൽ കിടക്കുന്ന VV അയാളുടെ ബ്രദറിനെയും ജാമ്യത്തിലെടുക്കാൻ വന്നതാണ്. VVനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം, പക്ഷെ അവനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്താ അവനെ വിടാത്തത്? അത് കേസ് വേറെടോ, അവനെ ഒന്നും വിടാൻ പറ്റില്ല. വൈ? അയാൾക്കെതിരെയുള്ള ചാർജ് ഷീറ്റ് എന്നെ ഒന്ന് കാണിക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. ചാർജ് ഷീറ്റ് ഒന്നും എഴുതിയിട്ടില്ല. മിസ്റ്റർ ബൈജു SI, നിങ്ങളുടെ തലയിലില്ലാത്ത ഈ തൊപ്പി എന്നേക്കുമായി തെറിക്കണ്ടെങ്കിൽ അയാളെ വിട്. ഇല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ ഞാൻ ഇവിടെ വരുത്തും. ഇവിടെ കാണോ? കില്ലർ തങ്കപ്പൻ ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ ഭർത്താവ്. വെറുതെ ഉടക്കാൻ നിൽക്കണ്ട, രണ്ടുപേരും വെറുതെ വിടണം. എന്നാ പിന്നെ ഞാൻ ഒരു ചായ. സാർ ഇരിക്കെ. സാറും മജിസ്ട്രേറ്റും ബിന്ദു മാഡത്തിന്റെ ഹസ്ബൻഡാന്ന് പറയണ്ടേ? ജാമ്യാപേക്ഷ ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ വിട്ടാക്കാം. ഇരിക്കേ. പിന്നെ എന്തൊക്കെയുണ്ട് സാർ വിശേഷം? സുഖം. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ സാർ ബിന്ദു മാഡത്തിന്റെ ഹസ്ബൻഡാണ്. ലുക്ക് കുറച്ച് കുറവാണ്, എന്നാലും ഭയങ്കര സ്മാർട്ട് അല്ലേ? പിന്നെ അല്ലാണ്ട് കേസൊക്കെ ഉണ്ടോ? അപ്പോ ബൈജു സാറേ, ഞാനിവരെ കൊണ്ടുപോട്ടെ. ഫോർമാലിറ്റി ഒന്നുമില്ല, സാർ വിളിച്ചാൽ മതി. ഓക്കെ. ബൈജു സാർ നല്ല പണിയാണ്ടാന്നത് ലൈഫിൽ ഓർക്കൂല. ഓർത്തോ ജോ? പാടാ നടക്ക്. കിട്ടോളൂ. പണി കിട്ടിയാ കിട്ടി. ഓവറാക്കണ്ട, അയാള് പ്രാന്തനെ അടിച്ച് കൂമ്പളക്കി കളയും. അതെ, നമുക്ക് പെട്ടെന്ന് പോവാം. ഓടിക്കോ ഓടിക്കോ, വാടാ പെട്ടെന്ന് വാടാ. നീ പേടിക്കണ്ടതാ, സിമ്പിൾ സീനല്ലേ. നീ പോയി നിന്റെ ഭാര്യയേക്കാണ്. ഞാൻ വിളിച്ചോളാട്ടോ. ഓക്കെ വാസുട്ടാ. ഓക്കെ ശരി. ശരി. അവരെങ്ങനെ എയർപോർട്ടിലെത്തിക്കും? ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഈ വക ഊടായ്പകൾ കയ്യിലുള്ളതുകൊണ്ടാണല്ലോ എന്നെ അഡ്വക്കേറ്റ് കില്ലർ തങ്കപ്പൻ എന്ന് വിളിക്കുന്നത്.
തന്റെ ഭാര്യ ജഡ്ജ് ആയതുകൊണ്ടാണ് താൻ വാദിക്കണ കേസൊക്കെ ജയിക്കണേന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് താൻ കൂടുതൽ ഊതണ്ട. വിവി, ഈ ഊളിയോടെ മിണ്ടായിരിക്കാൻ പറ, ഇല്ലെങ്കിൽ ഞാൻ വണ്ടി ഇറക്കി വിടൂട്ടോ. ആശാനൊരു തമാശ പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലേ? തമാശ നീ കൂടുതൽ ഉണ്ടാക്കണ്ട കേട്ടാ. ഹലോ ശ്യാം. നീ ആ വാതിലൊന്നും കൊടുക്ക്, ഞാൻ എത്തിയിട്ടുണ്ട്. ആ ശരി. എന്തിനായിരുന്നു? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. സ്റ്റേഷനിൽ വാസുവേട്ടനുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ട് ഇറങ്ങി. വാസുവേട്ടൻ എന്തിനാ സ്റ്റേഷനിൽ വന്നത്? വാസുവേട്ടൻ SIന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഒന്നുമില്ലടാ, ഒന്നുമില്ല, ഒന്നുമില്ല കേട്ടോ. നോക്ക് നോക്ക്, ഞാൻ ആകെ നല്ല ടയർഡായിട്ടിരിക്കുക. ഞാനൊന്ന് കുടിച്ചിട്ട് വരാം. അതെ, ആ ശ്യാമിനെ നമുക്ക് വെറുതെ വിടാൻ പാടില്ലേ? നമുക്ക് പറ്റിയൊരു ഇരയല്ല അവൻ. ഇസാ, നീ അവന്റെ കാര്യം ഇനി എന്റെ അടുത്ത് പറയരുത്. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. മൈൻഡ് ഇറ്റ്. സോറി സാർ, ഇനി നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഓക്കെ? ആ വിവി, എടാ നീ വേഗം പുറത്തേക്ക് വാ, ഞാൻ താഴെ ഇപ്പുണ്ട്. ഞാൻ എന്താ വരുന്നു? വല്ല വിവരവും കിട്ടിയ ചേട്ടാ? ബീച്ചിലൊരു പട്ടിയും കുട്ടിയും കൂടി കറങ്ങി കിടക്കുന്നുണ്ട് നമ്മുടെ കപ്പലിൽ ഇവിടെ മൻസൂർ എന്നോട് പറഞ്ഞു. എന്നാൽ ഞാൻ ബീച്ചിലൊന്ന് പോയി നോക്കിയിട്ട് വരാം ചേട്ടാ. പിന്നെ നമ്മുടെ സെക്കൻഡ് മാറ്റർ സക്സസ് ആയി. നീ ക്രിസ്റ്റി ഒന്ന് വിളിക്ക്. വെറുതെ സീനാവും ചേട്ടാ. നീ ധൈര്യമായിട്ട് വിളിക്കടാ. നീ വിളിച്ചിട്ട് നീ പോകുന്നത് മറ്റന്നാൾ മോർണിംഗ് ആണെന്ന് പറ. നിനക്കിട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറ. ഒന്ന് വിളിച്ചാ പോരെ? ആ അത് തന്നെ, അങ്ങനെ വിടാൻ പാടില്ലല്ലോ. ഹലോ, നീ നല്ല സുഖനിദ്രയിലാണെന്ന് തോന്നുന്നു അല്ലേ? മറ്റേളൊന്ന് നേരെ എടുത്ത് കിടത്തടാ. എനിക്കൊന്നും വേണ്ട. നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. 3-ാം നാൾ നിന്നെ ഞാൻ ഒരു കുഴിയിൽ ചാടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിനി 2 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. നാളെ കഴിഞ്ഞു മറ്റന്നാൾ രാവിലെ 10 മണിക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റാ. അതുകൊണ്ട് നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ നീ അങ്ങ് തടയടാ. ഒന്ന് പോടാ. ആ ബ്ലഡി റാസ്കലിനെ വെറുതെ വിടരുത്. ഈ ഇട്ടാവട്ടത്തുള്ള കൊച്ചി സിറ്റിയിൽ അവൻ എയർപോർട്ടിലെത്തുന്നത് എനിക്കൊന്ന് കാണണം. അവൻ എയർപോർട്ടിനകത്ത് കയറിയ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മറ്റന്നാൾ രാവിലെ നീ കണ്ടോ അവന്റെ വിധി എന്താണ്? വെയിറ്റ് ആൻഡ് സീ.
വന്നെന്നറിയാമോ? അവിടെ നിങ്ങൾ ഇല്ലായിരുന്നു. ടോമി അവൻ പോയില്ലടാ. എന്തു പറ്റി? അവൻ മരിച്ചില്ല മോനെ. അയ്യേ ഫ്രീക്കേ, ഇതവന്റെ പഴയ ചരക്കാണ്. എന്റെ പൊന്നു ചേട്ടാ, ഇവള് മരിച്ച സങ്കടം മാറ്റാൻ അവൻ വേറെ ചിക്കനെ സെറ്റാക്കാൻ പോയേക്കുവാ. എവിടെ? നീ ഒന്ന് വിളിച്ചേ. കഴിക്കടാ. ഹലോ ബിവി. ബീച്ചിൽ പോയിട്ട് എന്തായി? രണ്ടുപേരെയും കിട്ടി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെവിടെ? ഞാനിവിടെ അടുത്തുണ്ട്. നമ്മുടെ പ്ലാനിങ് എല്ലാം സെറ്റായി. നാളെ നിങ്ങൾ മോർണിംഗിൽ പോകാൻ റെഡി ആയിക്കോ. രാത്രി ഞാൻ നേരിട്ട് വരാം. ഓക്കെ? ഓക്കെ ബേബി, രാത്രി കാണാം. ഓക്കെ ബൈ. ഈ വീവി ഒരു പാവമാണല്ലേ. എന്തൊരു ഹെൽപ്പാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അതെ, നമ്മളായിട്ട് ഒരു രക്തബന്ധം അയാൾക്കില്ല, എന്നിട്ടാണ് അയാൾ നമ്മളെ സഹായിക്കുന്നത്. നമ്മളോട് വീവി കാണിക്കുന്ന സ്നേഹത്തിന് എന്ത് പകരം കൊടുക്കും? അത് ശരിയാ. വീവി നാളെ പോകുന്ന കാര്യം എന്ത് പറഞ്ഞു? അതെല്ലാം സസ്പെൻസ് ആണെന്നാ പുള്ളി പറഞ്ഞു. എന്നാ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും പാക്ക് ചെയ്യാം. എടാ, നമുക്കൊരു സേഫ് ആയിട്ട് എത്തിക്കാൻ പറ്റൂ. അതെന്താണ് ആശാൻ അങ്ങനെ പറഞ്ഞത്? നമ്മൾ കളിയത്ര നിസ്സാരമല്ല, അതുകൊണ്ടാ. ആ ക്രിസ്റ്റി അറിയാലോ, സിറ്റി മുഴുവൻ അവന്റെ ആളുകളാ. അതിന്റെ ഇടയിൽ വേണം നമുക്ക് അവരവിടെ എത്തിക്കാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പണി പാളുവോ? ആ പിള്ളേര് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ശരിയാ, അവരൊരുപാട് അനുഭവിക്കുന്നുണ്ട്. ആശാനെ, നമുക്ക് മട്ടാഞ്ചേരി റൊട്ടി ബിജുവിന് ഇറക്കിയാലോ? എന്നിട്ട് വേണം ആ ഉടായ്പ എല്ലാം കൊളാക്കാൻ. ഒന്ന് പൊയ്ക്കേ നീ. ആശാനെ തല്ലി വരും ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി തന്നെ എസ് ഐ ബൈജുവിനെ കാണാൻ പോവും. കില്ലർ പറഞ്ഞാലേ അവൻ കൊളോക്കോ? എന്റെ പൊന്നു ബായി, ഈ റൊട്ടി ബിജു ഒരു കൊല മാസാണ്. നിങ്ങ കണ്ടോ? ആശാനെ, ഇത് ഗ്യാസാണ്. ഗ്യാസ്? എടാ, നിന്റെ വീട്ടിൽ ശൗചാലയമില്ലേ? ആ വിദ്യാപാലനം കാരണം അവനെ തല്ലിക്കൊല്ലും. ശവം ഇവനെ കൊണ്ടുവിട്ടാൽ മതി. റൊട്ടി ബിജുവിന് പകരം അവർ ഓടിക്കോളും. ഗുണ്ടയാണത്രേ, ഗുണ്ട. എന്താണ് സാറേ, രണ്ട് പൂമ്പാറ്റും കൂടെ എങ്ങോട്ടാണ്? സാറിന്റെ ഗില്ലി വെച്ച് സാറ് വീവിനെ തല്ലി. ഇത് ഞങ്ങളുടെ ഗില്ലിയാണ്. ഇവിടെ നിന്ന് സാറ് കൊണ്ടേ പോകും. എന്നാ നീ തല്ലി കാണിക്കടാ. നീയാ എന്നടാ നിനക്ക് എന്നെ അടിക്കണോ? അടിക്കണടാ. എടാ റൊട്ടി, വിട്ടു പോടാ പൂമ്പാറ്റേനെ കൊണ്ട്. തത്തക്കണ്ടായ മൈനെ. എടാ റൊട്ടി, നീ എന്നെ തല്ലിച്ചല്ലേ? അതിനെന്താടാ? പ്ലീസ്, ഇതാരോടും പറയരുത്. 5-6 ചിക്സ് വേറെ ഉള്ളതാ. നാറ്റിക്കരുത്. ഞാൻ എന്തുകൊണ്ടും ചെയ്യാം. ഓൻ പടിയായിക്കോ. ഈ റൊട്ടി കഴിച്ചിട്ട് പോയാ മതി. കഴിക്കാം. മണ്ടൻ. ഞാനാണ് പോട്ടല്ലെങ്കിൽ നീ ഇതുവരെ റെഡി ആയില്ലേ? ഒന്ന് പെട്ടെന്ന് മോനെടാ, പെട്ടെന്ന് ഓർഡർ ഫോൺ. വാ മതി. ഒരു മിനിറ്റ്, ഇതെന്തൊരു ഒരുക്കും അത്. കഴിഞ്ഞു. നീ ഇതൊന്ന് പിടിച്ചേ. അയ്യോ സമയമായി. വാ
വാ വാ പെട്ടെന്ന് വാ. എടാ ടോമി എവിടെ? അവൻ താഴോട്ട് പോയി. മോനും വാടാ, എടാ സമയമായി, പെട്ടെന്ന് വാ. ഒന്ന് വാ ഒന്ന്. വാമനെ. ചേട്ടാ ഇതൊന്നും വെച്ചേരാ ടോമി ഒരു 1 വീക്ക് അതിനുള്ളിൽ ഞാൻ കൊണ്ടുവരാനുള്ള വഴി നോക്കാം. അതൊന്നും കുഴപ്പമില്ല, കൂൾ മാൻ. ചേട്ടാ അവനെ പിരിയുന്നതിൽ നല്ല വിഷമമുണ്ട്. പിന്നെ ചേട്ടനെ ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. മോനെ, കൊച്ചിക്കാരെ നിനക്കറിയാത്തോണ്ടാ. സ്നേഹിച്ച ചങ്ക് പറിച്ചേരുന്നമ്മ. നീ പോയി രക്ഷപ്പെടും. ഓക്കേടാ, ഓൾറെഡി ലേറ്റ് ആയിട്ടാ. ഓക്കെ നീ വേഗം ചെല്ലി. ടോമി വാ. കാര്യങ്ങളൊക്കെ പ്ലാൻ മോനെ ചെയ്തിട്ടുണ്ട്. വാടാ, വീട്ടിൽ എന്നെ വിളിച്ചോളും. ആ വാടാ, വാ 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 വാ. ഞാൻ തുറക്കാം. കേറ്. ഹലോ, ആ വിവി, ഞങ്ങൾ ഇറങ്ങി. വണ്ടി നിർത്തി. എന്താ വന്ദന? അയ്യോ ശ്യാം, എന്റെ മാല ഫ്ലാറ്റിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. ഓ, ഈ സമയത്താണോ നീ ഇങ്ങനെ? സോറി ശ്യാം. ചേട്ടാ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ, പോരേട്ടാ. വന്ദന മാല ഫ്ലാറ്റിൽ വെച്ച് മറന്നുപോയി. എന്റെ ടീമെ നീ എന്തായി കാണിക്കണത്? സീനാ കൂട്ട അവന്മാരിപ്പോ താഴെ എത്തും. സ്കൂട്ടായി കൊടുന്ന്. ഓക്കെ വിവി, എന്താ പ്രശ്നം? ലെഫ്റ്റ് ചാട്. ഓക്കേ
ആ ലൂസിയ വഴി KSRTC പുതിയ പാലം കയറി കത്രക്കട വഴി കലൂര് അവിടെ എത്തി. ഓക്കെ, ഇനിയും കൂടെ അവിടെ നിന്ന് അടുത്ത റൈറ്റ്. എല്ലാം റെഡിയല്ലേ? അവര് പുറകിലുണ്ട്. നിങ്ങൾ എയർപോർട്ട് പുതിയ ഗേറ്റ് അങ്ങനെ നോക്കും. വൈചേസി എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട്. ഓടി കൊണ്ടുപോവാ, ഇറങ്ങ്. ആ നിങ്ങൾ പൊക്കോ റൈറ്റ് പിടിച്ച് പൊക്കോ. ആ ഓടെ അനു നിങ്ങൾ ലെഫ്റ്റ് പിടിച്ച് പൊക്കോ. ഞങ്ങൾ എത്തിക്കോളാം.
എനിക്കിപ്പോഴാ ശ്വാസം നേരെ വേണത്. നീ എന്തൊരു റിസ്കി ഗെയിമാ കളിച്ചെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ കൊച്ചനിതനാവും? കാലക്കേടാ നിനക്കിപ്പോഴും തോന്നുന്നുണ്ടോ നീ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുമെന്ന്? എന്റെ പൊന്ന് ടീമേ, എനിക്ക് ഇവിടെ വരെ വരാമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പോകാനും അറിയാം. നിന്നോട് അന്നേ ഞാൻ പറഞ്ഞതാ, അന്നേക്ക് 3-ാം നാൾ നിന്നെ ഞാനൊരു കുഴിയിൽ വീഴ്ത്തുന്നു. ആ സസ്പെൻസ് എന്താണെന്നറിയണമെങ്കിൽ നീ ആ വാട്സപ്പ് ഒന്ന് നോക്ക്. അത്തക്കുണ്ടായ മൈനെ ബൈ. സേഫായിട്ട് എത്തിക്കണം കേട്ടോ. വിവി, ഞാൻ ഏറ്റു. ടാറ്റ.